വിദ്യാർത്ഥികളെ, നമുക്ക് 6ാം ക്ലാസ് ഒന്നാം പാദവാർഷിക പരീക്ഷ വരികയാണ് അല്ലേ? അപ്പൊ നമ്മൾ 6ാം ക്ലാസ്സിന്റെ കേരള പാഠാവലിയിലെ ഒരു മോഡൽ ചോദ്യപേപ്പറും എങ്ങനെയാണ് ചോദ്യങ്ങൾ വരിക എന്നുള്ളതൊക്കെ ഒന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ പ്രാവശ്യം ചെറിയ വ്യത്യാസമുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറേയധികം നിർദ്ദേശങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. അതിൽ 1 മുതൽ 6 വരെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതണം. 3, 4 ചോദ്യങ്ങളിൽ എ അല്ലെങ്കിൽ ബി ഏതെങ്കിലും ഒന്നിന് ഉത്തരം എഴുതിയാൽ മതിയാവും. ഒന്നാമത്തെ ചോദ്യം വായിക്കാം എഴുതാം എന്നുള്ളതാണ്. ഖണ്ഡിക വായിച്ച് ചോദ്യങ്ങൾക്ക് ഏറ്റവും യോജിച്ച ഉത്തരം കണ്ടെത്തണം. എന്താണ് ഖണ്ഡിക? 2 മുറികൾ ഉണ്ടായിരുന്ന സ്ഥലം ഞാൻ ഉപേക്ഷിച്ച് ഒരൊറ്റ മുറി വാടകയ്ക്കെടുത്തു. സ്വന്തമായി പ്രഭാത ഭക്ഷണം ഉണ്ടാക്കാനായി ഒരു സ്റ്റൗ വാങ്ങി. വെറും 20 മിനിറ്റ് ആയിരുന്നു ഇതിന് വേണ്ടി വന്നത്. ഓട്സ് പൗഡർ കൊണ്ട് കഞ്ഞി തയ്യാറാക്കുകയും, കുഞ്ഞിനല്ല കഞ്ഞി, കൊക്കോ തയ്യാറാക്കുവാൻ വെള്ളം തിളപ്പിക്കുകയും മാത്രമേ ചെയ്യേണ്ടിയിരുന്നുള്ളൂ. പുറത്തു നിന്നായിരുന്നു എന്റെ ഭക്ഷണം. വീട്ടിൽ തന്നെ റൊട്ടിയും കൊക്കോയും അത്താഴത്തിന് തയ്യാറാക്കി. 1 ഷില്ലിങ്ങും 3 പെൻസും കൊണ്ട് അങ്ങനെ ഒരു ദിവസം ശ്രദ്ധാപൂർവം ചെലവഴിക്കുവാൻ കഴിഞ്ഞു. അക്കാലം വളരെ ശ്രദ്ധാപൂർവമായ പഠനത്തിന്റെ കാലം കൂടിയായിരുന്നു. ലാളിത്യം നിറഞ്ഞ ജീവിതം എനിക്ക് വളരെയധികം സമയം നൽകുകയും പരീക്ഷയിൽ ഞാൻ മുന്നേറുകയും ചെയ്തു. എന്റെ സത്യാന്വേഷണ പരീക്ഷണ കഥകൾ ഗാന്ധിയുടെ പുസ്തകത്തിലൊരു ഭാഗമാണ് അല്ലേ? ചോദ്യം എന്താണ്? ഒന്നാമത്തെ, മോഹൻദാസ് കരംചന്ദ് ഗാന്ധി തന്റെ ആത്മകഥയിൽ സ്റ്റൗ വാങ്ങിയ കാര്യം വിവരിക്കുന്നുണ്ട്. അദ്ദേഹം എന്തിനാണ് സ്റ്റൗ വാങ്ങിയത്? സ്വന്തമായ പ്രഭാത ഭക്ഷണം ഉണ്ടാക്കാൻ, വെള്ളം ചൂടാക്കാൻ, ആവശ്യമൊന്നുമില്ലാതെ പുറത്തു നിന്ന് ഉച്ചഭക്ഷണം കഴിക്കാതിരിക്കാൻ. എന്തിനാണ് വാങ്ങിച്ചത്? സ്വന്തമായി പ്രഭാത ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെ? അടുത്തത്, അദ്ദേഹം അത്താഴത്തിന് എന്താണ് തയ്യാറാക്കിയത്? ചപ്പാത്തി, കഞ്ഞി, റൊട്ടിയും കൊക്കോയും പാൽ. എന്താണ് അദ്ദേഹം തയ്യാറാക്കിയത്? എന്താണ്? റൊട്ടിയും കൊക്കോയും അല്ലെ? ഇനി 3, ജീവിതം ലളിതമാക്കാൻ അദ്ദേഹം നടത്തിയ പരീക്ഷണങ്ങളിൽ ശ്രദ്ധേയമായ പ്രസ്താവന താഴെ പറയുന്നവയിൽ ഏതാണ്? 1 ഷില്ലിങ്ങും 3 പെൻസും കൊണ്ട് ഒരു ദിവസം ചെലവഴിക്കാനായത്. തന്നേക്കാൾ ലളിത ജീവിതം നയിക്കുന്നവരുണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കിയത്. ഇതിൽ എ 1 ശരി. ഇതിൽ ഒന്നാമത് ശരി, അല്ലെങ്കിൽ 1ഉം 2ഉം ശരി, 2 മാത്രം ശരി, 2ഉം തെറ്റാണ്. ഏതാണ്? ഇത് ശരിയാണ് അല്ലെ? ഒന്നാമത്തെ ശരിയാണ്. ഉത്തരം എന്ത് വരിക? 1 ശരി. 1 ശരി അല്ലെ? ഒന്നാമത്തെയാണ് ശരി. അപ്പൊ ഇതാണ് എ ആണ് ഉത്തരം. ഇനി 4, പരീക്ഷയിൽ ഞാൻ മുന്നേറി. 1 മുറി വാടകയ്ക്കെടുത്തു. പുറത്തു നിന്നായിരുന്നു ഉച്ചഭക്ഷണം. ഓട്സ് പൗഡർ കൊണ്ട് കഞ്ഞി തയ്യാറാക്കി. നേരത്തെ വായിച്ച ഖണ്ഡികയിലെ ആശയങ്ങൾ താഴെ നൽകിയ ഏത് ക്രമമാണ് ശരിയാവുന്നത്? ആദ്യം ഏതാ വരിക? ആദ്യം 2 അല്ലെ? അതായത് അദ്ദേഹം 1 മുറി വാടകയ്ക്കെടുത്തു എന്നുള്ളതാണ് ആദ്യം വരുന്നത്. അപ്പൊ 2. പിന്നെയോ? പിന്നെ ഏതാ? പിന്നെ 4. ഏതാ 4? ഓട്സ് പൗഡർ കൊണ്ട് കഞ്ഞി തയ്യാറാക്കി അല്ലെ? പിന്നെ അപ്പൊ 2, 4, പിന്നെ 3, 1 അല്ലെ? പിന്നെ 3 വരിക, പിന്നെ 1. ഓക്കെ, ഈ ഓർഡറിലാണ്. അപ്പൊ ബി ആണ് ഉത്തരം. ഇനി പ്രവർത്തനം 2, കത്ത്. അതിൽ എ എന്താണ്? കോയയുടെ ചെറിയ വസ്തുക്കൾ എന്ന കഥ ഇഷ്ടമായില്ലേ? ഈ കഥയെ പരിചയപ്പെടുത്തിയ ഒരു സുഹൃത്തിന് കത്തെഴുതണം. കഥയെ പരിചയപ്പെടുത്തിയ സുഹൃത്തിന് എങ്ങനെ കത്തെഴുതാം? നമുക്ക് സുഹൃത്തിന്റെ പേര് എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഇവിടെ ഗണേഷിന് കൊടുത്തിട്ടുണ്ട്. നിനക്കും വീട്ടിൽ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നീ ഇവിടുത്തെ താമസം മാറിയതിനാലാണ് ഇത്തവണ കത്തെഴുതാമെന്ന് കരുതിയത്. പുതിയ മലയാള പുസ്തകം എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല കഥകളും കവിതകളും ഉണ്ട്. അതിൽ ഇപ്പോൾ ക്ലാസ്സിലെടുത്ത കോയയുടെ ചെറിയ വസ്തുക്കൾ എന്നെ വല്ലാതെ ഇരുത്തി ചിന്തിപ്പിച്ച ഒരു കഥയാണ്. ഗൾഫ് രാജ്യങ്ങളിൽ പണിയെടുക്കുന്ന സാധാരണക്കാരായ തൊഴിലാളികളിൽ ഒരാളായ കോയയുടെ കഥ. വളരെ കുറഞ്ഞ വേതനത്തിൽ ജോലി ചെയ്യുന്നവരാണ് ഇത്തരം തൊഴിലാളികൾ. ഒരു ആൺകുഞ്ഞ് പിറന്ന വാർത്ത അറിഞ്ഞതിൽ വളരെയധികം സന്തോഷവാനായി മാറിയ കോയ ഈ വിവരവുമായി മുതലാളിയുടെ അടുത്ത് പോവുകയാണ്. വിവരം പറഞ്ഞ അദ്ദേഹത്തിൽ നിന്ന് 100 ദിർഹം കടം വാങ്ങി അന്ന് തന്നെ പുതുതായി പിറന്ന മകനും ഭാര്യയ്ക്കും തുണിത്തരങ്ങൾ വാങ്ങി. ഈ വിവരം അറിയിച്ച് അന്ന് രാത്രി തന്നെ ഭാര്യയ്ക്ക് കത്തെഴുതുകയും ചെയ്യുന്നു. പിറ്റേത് തുണി പാർസൽ അയക്കാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ അയക്കാൻ പോയപ്പോഴാണ് അറിയുന്നത് അതിന് 50 ദിർഹം കൂടി വേണം എന്ന കാര്യം. അയാൾ സുഹൃത്തുക്കളോടെല്ലാം ചോദിച്ചു. ആർക്കും അയാളെ സഹായിക്കാനാവുന്നില്ല. അയാൾ ഭാര്യയ്ക്ക് വാങ്ങിയ വസ്ത്ര കച്ചവടക്കാരൻ തിരിച്ചെടുക്കുമോ എന്ന് അന്വേഷിച്ചു. അയാളും കോയയെ കൈവിട്ടു. പരവശനായ അയാൾ മാർക്കറ്റിൽ അത് വിൽക്കാനായി തെരുവ് കച്ചവടക്കാരനെ പോലെ ഉച്ചത്തിൽ വിളിച്ചു പറയുന്നു. അവിടെയും നിരാശയായിരുന്നു ഫലം. അയാൾ ഇങ്ങനെ നടക്കുന്നിടത്ത് കഥ അവസാനിക്കുന്നത്. നമ്മുടെയൊക്കെ ചിന്തയിൽ ഗൾഫുകാരൊക്കെ നല്ല പണക്കാരാണ്. പക്ഷേ ഈ കഥ വായിച്ചപ്പോൾ ആ ചിന്ത മാറി. ഇതുപോലെ സാധാരണക്കാരായ ആയിരക്കണക്കിന് തൊഴിലാളികൾ ഗൾഫിലുണ്ടെന്ന് മലയാളം സാർ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്.
6ാം ക്ലാസ് മലയാള പുസ്തകം കിട്ടിയാൽ നീയും ഈ കഥ വായിക്കണേ. നീ എപ്പോഴാണോ ഒന്ന് ഇങ്ങോട്ട് വരിക, നിന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എല്ലാവരോടും എന്റെ സ്നേഹം അറിയിക്കുക. ഇഷ്ടത്തോടെ നിന്റെ അഭിനന്ദ്. കേട്ടോ? അങ്ങനെയാണ് നമ്മൾ കഥ എഴുതേണ്ടത്. ഇനി ഇതിൽ ബി എന്താണ്? മഴ പെയ്തു തീർന്നിട്ടും വീശി നിൽക്കും കുളിർത്തന്നൽ പോലവൻ ബാക്കിയായി. കുളിർത്തന്നൽ പോലവൻ എന്ന പ്രയോഗം കൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് എന്താണ്? എന്താണ്? ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. പുഞ്ചിരിച്ചുകൊണ്ട് തന്നിൽ അർപ്പിതമായ ജോലി ചെയ്യുന്ന ഗാന്ധി. ആരാരുമില്ലാതിരുന്ന തനിക്ക് ആശ്രമവും ആശ്രമവാസികളും സ്വന്തമാണെന്ന് ഗാന്ധിജി പ്രഖ്യാപിച്ചപ്പോൾ കുട്ടിക്കുണ്ടായ സന്തോഷം. ഇതിലേതാണ്? എ ശരി അല്ലെ? ഒന്ന് ശരി, ഒന്നും രണ്ടും ശരി, രണ്ടു മാത്രം ശരി, ഒന്നും രണ്ടും തെറ്റ്. ഇതിലേതാ ശരി? ഇതിലെ രണ്ട് മാത്രമാണ് ശരി. രണ്ട് അല്ലെ? അതായത് ബി ആണ് ശരി കേട്ടോ. ബി എന്ന് പറഞ്ഞതാണ് രണ്ട് മാത്രം ശരി. അതായത് ഈ രണ്ടാമത്തെ പ്രസ്താവന മാത്രമാണ് ശരി കേട്ടോ. ആരാരുമില്ലാതിരുന്ന തനിക്ക് ആശ്രമവും ആശ്രമവാസികളും സ്വന്തമാണെന്ന് ഗാന്ധിജി പ്രഖ്യാപിച്ചപ്പോൾ കുട്ടിക്കുണ്ടായ സന്ദേശം. ഈ പ്രസ്താവന മാത്രമാണ് ശരി. ഈ ഓപ്ഷൻസിൽ ചെറിയ പ്രശ്നമുണ്ട് കേട്ടോ. അത് നോക്കണ്ട മക്കളെ. ഇനി സി, വലിയമ്മ കൊണ്ടുവന്ന കൊഴക്കട്ടയേക്കാളും രുചി ഒന്നിനുമില്ലെന്ന് കവി പറയുന്നു. വിപണി നമ്മുടെ ജീവിതത്തെ കീഴടക്കിയതാണ് കാരണം. ഇതിൽ എ ഒന്ന് തെറ്റാണ്, പക്ഷേ രണ്ട് ശരിയാണ്. ഏതാണ്? ബി ഒന്നും രണ്ടും ശരിയാണ്. മൂന്ന് എന്നത് ഒന്നിന്റെ ശരിയായ വിശദീകരണമാണ്. ഇനി അതിൽ സിയോ ഒന്ന് ശരിയാണ്, പക്ഷെ രണ്ട് അതിന്റെ യഥാർത്ഥ കാരണമല്ല. ഒന്നും രണ്ടും ശരിയല്ല. ഏതാണ് ഇതിൽ ഉത്തരം വരിക? വിപണി നമ്മുടെ ജീവിതത്തേക്ക് എങ്ങനെയാണ് പറയാ? ഒന്ന് ശരിയാണ്, പക്ഷെ രണ്ട് അതിന്റെ ശരിയായ കാരണമല്ല. അതാണ് വരേണ്ടത് കേട്ടോ. അതായത് സി ആണ് ഉത്തരം. സി. ഏതാ സി? ഒന്ന് അല്ല, ഇതിൽ സി ഒന്ന് ശരിയാണ്, പക്ഷെ അതിന്റെ യഥാർത്ഥ കാരണമല്ല. അതായത് എന്താണ്? കുഴക്കട്ടയോളം രുചിയില്ലെന്ന് കവി പറഞ്ഞത് ശരിയാണ്, പക്ഷെ അതിന്റെ കാരണമല്ല രണ്ടാമത്തത്. അപ്പോ സി ആണ് ഉത്തരം. അവിടെ വിവിധ വ്യത്യസ്ത രീതിയിലാണ് പ്രാവശ്യം ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഇനി മൂന്നാമത്തെ പ്രവർത്തനം വിശകലന കുറിപ്പാണ്. എ പലഹാരപ്പൊതി തുറക്കാൻ ഇറയത്ത് മിഴിന്നിട്ട് ചെറുമക്കൾ ഞങ്ങളെന്ന് കൊതിയോടെ കാത്തിരുന്ന മധുരപാലം. കൊയക്കട്ട എന്ന കവിതയിലെ ഈ വരികൾ വിശകലനം ചെയ്ത് കുറിപ്പ് എഴുതുക, അല്ലെങ്കിൽ അഭിപ്രായ കുറിപ്പ്. എന്നാണ് ബി. കണ്ടു അവന്റെ ഒരു കാര്യം, ഇത്ര അടുത്തുകൂടെ പോയിട്ട് അവൻ മാത്രം ഗാന്ധിയെ കണ്ടില്ല. ഗാന്ധിയെ കണ്ട കുട്ടി എന്ന കുറിപ്പിലെ ഒരു ഭാഗമാണ് മുകളിൽ നൽകിയത്. ഇതിനോടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കുറിപ്പ് എഴുതുക. എങ്ങനെ എഴുതാം? ആദ്യം കവിയുടെ കുട്ടിക്കാലത്തെ കാര്യമാണ് പറയുന്നത്. കവിയുടെ കുട്ടിക്കാലത്തെ കാര്യമാണ് ഇവിടെ പറയുന്നത്. പാടത്ത് പണിക്ക് പോകുന്ന മുത്തശ്ശി അന്തിയായാലാണ് തിരിച്ചെത്തുക. മുത്തശ്ശി വീട്ടിലെത്തിയാൽ പലഹാരപ്പൊതി തുറക്കാൻ കുട്ടികൾ കാത്തു നിൽക്കുകയാണ്. കൊതിയോടെ അവരെത്തുന്നതുവരെ ഇറയത്ത് മിഴിനട്ട് കൊതിയോടെ ചെറുമക്കൾ കാത്തിരിക്കുന്നു. ഈ കാലത്തെ കവി മധുരബാല്യം എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. കൊയക്കട്ടയുടെ മാധുര്യമാണ് അതിന് പ്രധാന കാരണം. അത് മാത്രമല്ല, കവി പിന്നീട് പറയുന്നുണ്ട്, അതുപോലൊരു ആഹാരം പിന്നീട് കഴിക്കാനായില്ല എന്ന്. ഈ പ്രായത്തിനിടയിൽ ധാരാളം വിഭവങ്ങൾ കഴിച്ചെന്നാലും കൊയക്കട്ടയുടെ മാധുര്യം ഒന്നും ലഭിച്ചിരുന്നില്ല. അതിന്റെ മാധുര്യം മനസ്സിൽ തങ്ങി നിൽക്കുന്നതിനാലാണ് ആ ബാല്യം പോലും മാധുര്യമൂർന്ന മധുരബാല്യം എന്ന് കവി വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇനി അതിൽ ബി ക്വസ്റ്റ്യന്റെ ഉത്തരം എന്താണ്? ഗാന്ധിയെ കണ്ട കുട്ടി എന്ന കുറിപ്പ് ചെറുതാണെങ്കിലും നമ്മെ ചിന്തിപ്പിക്കുന്നതാണ്. താൻ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലിൽ മുഴുകിയ ഒരു കുട്ടി പണിയിൽ മാത്രം ശ്രദ്ധിക്കുന്നതിനാലാണ് തൊട്ടടുത്തുകൂടെ പോയ ഗാന്ധിജിയെ കാണാൻ പറ്റാതിരുന്നത്. അതാണ് ശരിയായ തൊഴിൽ സംസ്കാരമെന്ന് ഗാന്ധിജി നമ്മെ പഠിപ്പിക്കുന്നു. തൊഴിലിൽ മുഴുകിയ കുട്ടി മാത്രമാണ് തന്നെ ശരിയായി കണ്ടതെന്നാണ് വിലയിരുത്തുന്നത്. എന്റെ അഭിപ്രായത്തിൽ ജോലി ചെയ്യുന്ന സമയത്ത് താല്പര്യത്തോടെ ചെയ്യുകയാണ് വേണ്ടത്. അതാണ് ഇവിടെയും നടന്നത്. അതിൽ തെറ്റില്ല. ആ ശ്രമത്തിൽ ഗാന്ധിജി എപ്പോഴും ഉണ്ടാവും. അദ്ദേഹത്തെ ഉചിതമായ സമയത്ത് പോയി കാണാമല്ലോ. അതാണ് അഭിപ്രായം കേട്ടോ. ഇനി നാലാമത്തെ പ്രവർത്തനം എന്താണ്? ആസ്വാദനക്കുറിപ്പ്. മഴയുള്ള ദിവസം. രാത്രി മഴ മൃദുവായി പെയ്യുന്നു. ഒരു സൗമ്യമായ ആനന്ദം. തുള്ളികൾ പലകയിൽ നൃത്തം ചെയ്യുന്നു. ശാന്തമായ പല്ലവി. നനഞ്ഞ മണ്ണിൽ ഗന്ധം. വായുവിൽ നിറയുന്നു. മഴയുടെ താളാത്മകമായ താളം. ശാന്തമായ ശബ്ദം. സൻഹ ഫാത്തിമ. കേട്ടോ. അപ്പൊ ഇതിന്റെ എന്ത് എഴുതണം? ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കണം. അല്ലെങ്കിൽ മഴ പറഞ്ഞിട്ട് വേറൊരു കവിതയാണ്. ഒരു മഴയ്ക്ക് വേണ്ടി കൊതിച്ചിരുന്ന അവൾ ജാലകങ്ങൾ പതുക്കെ തുറന്നിട്ടു. ആകാശത്ത് ഒറ്റ മഴമേഘം പോലും കാണാനില്ല. അവൾ സൂര്യനോടായി പറഞ്ഞു, ഒരു മഴയെ ഭൂമിയിലെത്തിക്കാമോ? സൂര്യൻ ചിരിച്ചു. മാനത്ത് മേഘങ്ങൾ നിറന്നു. മഴത്തുള്ളികൾ ഓരോന്നായി
ഭൂമിയിലേക്ക് വീഴാൻ തുടങ്ങി. ജാലകത്തിലൂടെ അവൾ മഴയെ നോക്കി. മഴയ്ക്ക് എന്തു ഭംഗിയാണ്! ഓരോ തുള്ളികളായി ഇലകളിൽ തട്ടി താഴെ വീഴുന്നു. പക്ഷികൾ കൂടുകളിലേക്ക് പാറുന്നു. വാടിയ ചെടികൾ തലയുയർത്തി. ജാലകത്തിലൂടെ ഒരു കൈ അവൾ മഴയിലേക്ക് നീട്ടി. മഴ അവളെ കെട്ടിപ്പുണർന്നു. ഹംദ. ഈ രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ ആസ്വാദനക്കുറിപ്പ് എങ്ങനെ തയ്യാറാക്കാം? സൻഹ ഫാത്തിമ എഴുതിയ മഴയുള്ള ദിവസം എന്ന കവിത ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ ഇപ്പോൾ വേറെ കവിതയാണ് വരുന്നതെങ്കിൽ അത് ഇഷ്ടപ്പെട്ടു എന്ന് എഴുതുക. രാത്രികാലത്ത് പെയ്യുന്ന മഴയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. മഴ പെയ്യുന്നത് മൃദുവായാണ്. അതിലൂടെ സൗമ്യമായ ആനന്ദം അല്ലെങ്കിൽ സന്തോഷം ലഭിക്കുന്നു. പലകയിൽ വീഴുന്ന മഴത്തുള്ളി നൃത്തം ചെയ്യുകയാണ്. അതിനിണങ്ങുന്ന ശാന്തമായ ഈണത്തിലും പല്ലവിയിലുമാണ് മഴ പെയ്യൽ. നനഞ്ഞ മണ്ണിന്റെ ഗന്ധം വായുവിൽ നിറയുന്നു. മഴയുടെ ശബ്ദം പോലെ താളാത്മകമാണെന്ന് കവി പറയുന്നു. നാം എല്ലാവരും മഴ ആസ്വദിക്കുന്നവരാണ്. നമ്മെ കൂടുതൽ ആസ്വാദനത്തിലേക്ക് നയിക്കാൻ ഈ കവിതയ്ക്ക് കഴിയുന്നു. സൗമ്യമായ ആനന്ദം എന്നത് മനോഹരമായ ഒരു പ്രയോഗമാണ്. മഴ ചെയ്യുന്നത് ഒരു നൃത്തം വെക്കലായും കവിക്ക് അനുഭവപ്പെടുന്നു. അതിനിണങ്ങുന്ന ശാന്തമായ ഈണത്തിലും പല്ലവിയിലും ഇന്ദ്രിയങ്ങളായ ചെവി, മൂക്ക് തുടങ്ങിയ അവയവങ്ങൾക്ക് മഴ വ്യത്യസ്തമായി വിരുന്നൊരുക്കുന്ന അവസ്ഥയെ ചിത്രീകരിച്ചിരിക്കുന്നു ഈ കവിതയിൽ. മഴയെ വ്യത്യസ്തമായ രീതിയിൽ നോക്കിക്കാണുന്ന ഈ കവിതയിലെ കാഴ്ചകൾ മനോഹരമാണ്. അതിൻ്റെതായ സൗന്ദര്യം ഒട്ടും ചോർന്നു പോകാതെ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നു. സൻഹ ഫാത്തിമ എഴുതിയ മനോഹരമായ ഒരു മഴക്കവിതയായി ഇത് മാറുന്നു. ഇനി ഹംദ എഴുതിയ കവിതയോ? ഹംദ എഴുതിയ മഴ എന്ന കവിത മഴയ്ക്ക് വേണ്ടി കൊതിക്കുന്ന ആരെയും ഇഷ്ടപ്പെടുത്തും. മഴയ്ക്കായി കാത്തിരിക്കുന്ന ഒരു കുട്ടിയെ ഇതിൽ കാണാം. മഴ കാത്തിരിക്കുന്ന പെൺകുട്ടി തന്റെ ജാലകവാതിലുകൾ മലക്കെ തുറന്നിടുകയാണ്. പക്ഷേ അവൾ കണ്ടു, ആകാശത്തൊരു മഴമേഘങ്ങൾ പോലുമില്ല. അവളുടെ അഭ്യർത്ഥന സൂര്യനോടായി. അത് കേട്ടതോടെ സൂര്യന് ചിരി വന്നു. ആ കുട്ടിയുടെ ആഗ്രഹം മനസ്സിലാക്കിയ സൂര്യൻ ആകാശത്തെ മേഘങ്ങളെ നിരത്തി മഴത്തുള്ളികളായി താഴേക്ക് പതിപ്പിച്ചു. അവൾ ആ മഴയെ ജാലകവാതിലൂടെ നോക്കി. അവൾ അതിന്റെ ഭംഗി ആസ്വദിച്ചു. ഇലകളിൽ തട്ടി താഴെ വീഴുന്ന മഴ. പക്ഷികൾ കൂടുകളിലേക്ക് മടങ്ങുന്നു. വാടിയ ചെടികളുടെ ഇലകൾ തലയുയർത്തി. ആ നേരത്ത് മഴയിലേക്ക് കൈനീട്ടി അവളെ മഴ കെട്ടിപ്പുണർന്നു. ഈ കവിതയിൽ കാഴ്ചകൾ മാത്രമല്ല അവതരിപ്പിക്കുന്നത്. എന്താണ്? ഒറ്റ മേഘങ്ങളെയും കാണാതായപ്പോൾ സൂര്യനോടാണ് അവൾ കണ്ണു പറയുന്നത്. ഒരു സ്വപ്നദൃശ്യം പോലെ മനോഹരമായ കാഴ്ചയായി കവിതയിൽ അവതരിപ്പിക്കുന്നു. മഴ അവളെ കെട്ടിപ്പുണരുന്നതായും അവൾക്ക് അനുഭവപ്പെടുന്നു. കാവ്യഭാവന വിടർന്നു തിരിയുന്ന കാഴ്ചയെ മനോഹരമായി കവയിത്രി അവതരിപ്പിക്കുന്നു. ഇനി അഞ്ചാമത്തെ പ്രവർത്തനം നോക്കാം. താരതമ്യക്കുറിപ്പ്. ഗാന്ധിജിയുടെ അതിഥി എന്ന കവിതയിലെ കുട്ടിയെയും ഗാന്ധിജിയെ കണ്ട കുട്ടി എന്ന കുറിപ്പിലെ കുട്ടിയെയും താരതമ്യം ചെയ്ത് കുറിപ്പ് എഴുതുക. രണ്ട് കുട്ടിയെ തമ്മിൽ താരതമ്യം ചെയ്യുക. എന്താണ്? ഗാന്ധിജിയുടെ അതിഥി എന്ന കവിതയിലെ കുട്ടി ആരോരുമില്ലാത്തവനാണ്. ഗാന്ധിജിയെ കാണാനെത്തുന്ന കുട്ടി തനിക്ക് ആരുമില്ല എന്നാണ് അദ്ദേഹത്തോട് പറയുന്നത്. ഈ ആശ്രമവും ഇവിടെയുള്ളവരും നിന്റെ സ്വന്തമാണെന്ന് പറഞ്ഞ് അവന് ആശ്വാസം പകരുന്നു ഗാന്ധിജി. തൊഴിലൊന്നും അറിയില്ലെന്ന് അവൻ പറഞ്ഞതിന് ഭാരതാംബ നൽകുമെന്നായിരുന്നു മറുപടി. ഗാന്ധിജിയെ കണ്ട കുട്ടി എന്ന കുറിപ്പിലെ കുട്ടി തന്റെ തൊഴിലിൽ മുഴുകിയവനാണ്. തൊഴിലിനിടയിൽ ഗാന്ധിജി വന്നതുപോലെ അവൻ കണ്ടില്ല. മറ്റൊരു കുട്ടി ഇക്കാര്യം ഗാന്ധിജിയോട് പറഞ്ഞപ്പോൾ തന്നെ കണ്ടത് അവൻ മാത്രമാണെന്നായിരുന്നു ഗാന്ധിജിയുടെ മറുപടി. ഈ രണ്ടു കുട്ടികളിലും വ്യത്യസ്തമായ ചുറ്റുപാടുകളിൽ ആശ്രമത്തിലെത്തിയവരാണ്. അവിടെ നാടിനു വേണ്ടി പോരാളികളെ വാർത്തെടുക്കുന്നു. അതിൽ കുട്ടികളെന്നോ മുതിർന്നവരെന്നോ ഇല്ല. എല്ലാവർക്കും അവരുടേതായ പങ്കുണ്ട്. ആദ്യത്തെ കുട്ടിയെ അത് പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ് ഗാന്ധിജി. എന്നാൽ ഗാന്ധിജി ആഗ്രഹിക്കുന്ന പോലെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കുട്ടിയെയും നമുക്കിവിടെ കാണിച്ചു തരുന്നു. ഒന്നാമത്തെ കുട്ടിയും രണ്ടാമത്തെ കുട്ടിയെ പോലെ മാതൃകാപരമായി വളർന്നു വരുമെന്ന് വിശ്വസിക്കാം. ഇനി പ്രവർത്തന 6 വിവരണം. ബിച്ചായി ഷെയ്ത്താത്തിയുടെ നേതൃത്വത്തിൽ ചട്ടിപ്പത്തിൽ ഉണ്ടാക്കുന്നത് വിവരിച്ചത് കണ്ടില്ലേ? ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ആഹാര വിഭവം തയ്യാറാക്കുന്ന രീതി വിവരിക്കുക. അത് സ്വന്തമായി നിങ്ങൾ ഒരു വിഭവം ഉണ്ടാക്കുന്നത് എഴുതുകയാണ് വേണ്ടത് കേട്ടോ. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ 6ാം ക്ലാസ്സിന്റെ 1ാം പാദവാർഷിക പരീക്ഷയിലെ ചോദ്യപേപ്പറും അതിന്റെ ആൻസറുകളും.